വിവോയുടെ വിവോ S12 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. S12 സീരീസിൻ്റെ ലോഞ്ച് ഡേറ്റ് ഒക്കെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിവോ S12 സീരീസിൽ 2 ഫോണുകൾ വരാനാണ് സാധ്യത. വിവോ S12ഉം അതുപോലെ തന്നെ വിവോ S12 പ്രോയും. ഇതിൽ വിവോ S12 പ്രോ എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ S12 എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത, ഏത് പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ S12ൽ 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചോ അല്ലെങ്കിൽ പഞ്ചോൾ ഡിസ്പ്ലേയോ ഒന്നും തന്നെ വരാൻ ചാൻസ് ഇല്ല. പകരം വലിയൊരു നോച്ച് വരാനാണ് സാധ്യത. കാരണം ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഫോണിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വരാനാണ് സാധ്യത. വിവോ S12 പ്രോ എന്ന ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരാനാണ് ചാൻസ്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ dimensity 1100 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. വിവോ S10 എന്ന ഫോണിലും ഇതേ ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ S12 പ്രോയിൽ mediatekൻ്റെ dimensity 1200 എന്ന പ്രോസസ്സർ വരാനാണ് ചാൻസ്. ഈ ഒരു ഫോണിൻ്റെ 8GB റാം വെർഷനും അതുപോലെ തന്നെ 12GB റാം വെർഷനും വരുമെന്നാണ് പറയപ്പെടുന്നത്. 256GB ഇൻറ്റേർണൽ ഇതിൽ വരാനാണ് സാധ്യത. ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നതായിരിക്കും. Android 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 108 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക. പിന്നെ രണ്ടാമത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരാനാണ് സാധ്യത. ഇത് 8 മെഗാപിക്സലുമായിട്ടായിരിക്കും വരിക. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിലെ ഒരു മാക്രോ ലെൻസും വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വിവോ S12 പ്രോ എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണിലും ഫോണിൻ്റെ പിന്നിൽ ഇതേ ഒരു ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ വിവോ S12 പ്രോ എന്ന ഫോണിലേതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിലും ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് ചാൻസ്. ഇതിൽ 44 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ വരാനാണ് സാധ്യത. ഇതിൽ 8 മെഗാപിക്സലിലെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 4200 mAhൻ്റെ ബാറ്ററി വരാനാണ് സാധ്യത. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് ആദ്യം ചൈനയിലായിരിക്കും ലോഞ്ച് ചെയ്യുക. ഡിസംബർ 22-നാണ് ഈ ഒരു ഫോണ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ 8GB റാം വെർഷൻ്റെ വില 2999 യുവാൻ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏകദേശം 35,700 രൂപ പ്രൈസ് റേഞ്ചിൽ. അതുപോലെ തന്നെ 12GB റാം വെർഷൻ്റെ വില വരിക 3399 യുവാൻ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏകദേശം 39,700 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വില കുറച്ച് കൂടാനാണ് സാധ്യത. 35,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും വിവോ S12 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണുകളുടെ ലോഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റില്ല. കാരണം വിവോ S സീരീസിൽ ചില ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമതും S സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല.